15 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയല്ലോ. ഈ ഒരു പായസം ഒരിക്കൽ ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. പായസം ഇഷ്ടമല്ലാത്തവർക്ക് കൂടി ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കിയിരിക്കുന്നത് ചവ്വരി ഉപയോഗിച്ചിട്ടാണ്. ആദ്യം തന്നെ അരക്കപ്പ് ചവ്വരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിങ്ങനെ സോക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കുക്കിംഗ് ടൈം നല്ലപോലെ തന്നെ കുറയും. മിനിമം 1 മണിക്കൂർ എന്തായാലും സോക്ക് ചെയ്യണം. അതിൽ കൂടുതലായാലൊന്നും കുഴപ്പമില്ല. ഞാനിവിടെ 1.5 മണിക്കൂറാണ് സോക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ചവ്വരിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ എക്സസ് ആയിട്ടുള്ള വെള്ളം കളയാനായിട്ട് ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര കാരമലൈസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ പഞ്ചസാര ഇതുപോലെ ഇട്ട് ലോ ഫ്ലെയിമിലാക്കി അനക്കാതെ വയ്ക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പഞ്ചസാരയ്ക്ക് ഇതുപോലെ അലിഞ്ഞു തുടങ്ങും. ആ ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പഞ്ചസാരയ്ക്ക് ഇതുപോലെ അലിഞ്ഞ് വരും. ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കാരമലാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ചൂടായിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/2 ലിറ്റർ പാലിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് പാല് ചൂടാക്കി എടുത്തിരുന്നു. ആ ഒരു പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചൂടായിട്ടുള്ള പാല് തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. തണുത്ത പാല് നമ്മൾ കാരമലിലേക്ക് ഒഴിക്കുമ്പോൾ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ചൂടായിട്ടുള്ള പാൽ ഒഴിച്ചത് കൊണ്ട് തന്നെ കാരമലായിട്ട് എളുപ്പത്തിൽ യോജിച്ച് വന്നോളും. ഇതുപോലെ യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചവ്വരി മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചവ്വരി ഒരു ട്രാൻസ്പാരൻ്റ് ആകുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ചവ്വരി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ സോക്ക് ചെയ്തെടുത്തതും തന്നെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്ത് വരും. ചവ്വരി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ടോട്ടലായിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് യോജിച്ച് വരുന്നത് വരെ വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ പായസം ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം. ചൂടാറുമ്പോൾ ഇതൊന്നും കൂടെ കട്ടിയായിട്ട് വരും. ചൂടാറി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ അതാ 15 മിനിറ്റിൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ 15 മിനിറ്റ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. സോക്ക് ചെയ്ത ടൈം പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. സോക്ക് ചെയ്ത ടൈമല്ല, കുക്കിംഗ് ടൈമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പായസം ഇഷ്ടമല്ലാത്തവർക്കും കൂടെ ഇഷ്ടമാവുന്ന ഒരു രുചിയിലാണ് ഈ ഒരു പായസം ഉണ്ടാകുക. എന്തായാലും ഈ ഒരു ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.